നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകൾ 3 തരത്തിലുള്ളപ്പെട്ടതാണ്: ടിപ്സ് ഓൺ ഹിന്ദി, ട്രാവല്, ഗാനാസ്വാദനം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഗാനാസ്വാദനം എന്ന വെറൈറ്റിയിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് കവിതയ്ക്ക് അഥവാ ലിറിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആസ്വാദനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി വാക്കുകളുടെ അർത്ഥം വിശദീകരിക്കലും നടത്തിയിട്ടുണ്ട്. ഇനി പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഷോർട്ട് ക്വിസ് നോക്കിയാലോ? പാട്ട് ഏതാണെന്ന് ഊഹിക്കാനുള്ളൊരു ക്വിസ്. ഓക്കെ, ഈ പാട്ടിൽ 2 വാക്കുകളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് പാട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഒരു തമാശ: കാരാഗ്രഹം, നരകം. ഈ 2 വാക്കുകളാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായിരിക്കും പാട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു ശ്രമം നടത്തി നോക്കൂ. ഓക്കെ, പാട്ട് ഏതാണെന്ന് കിട്ടിയോ? 1967 ഇറങ്ങിയ അശ്വമേധം എന്ന സിനിമയിലേതാണ് ഈ പാട്ട്. വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് സുശീലാമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടാണിത്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി, തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലുകളിഴയും നരകം. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി. നമുക്ക് ആദ്യം സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ഒരു പാട്ടിൻ്റെ ഒരു ഫുൾ ആസ്വാദ്യത വരണമെങ്കിൽ സിനിമയിൽ ആ ഒരു ഗാനം അവതരിപ്പിക്കുന്ന രംഗത്തിൻ്റെ കുറിച്ചും കൂടി അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് നന്നായി ആസ്വദിക്കാൻ പറ്റും. അശ്വമേധം സിനിമ ആ ഒരു കാലഘട്ടത്തിൽ വളരെ എടുത്തു പറയത്തക്ക വിധത്തിൽ സോഷ്യൽ മെസ്സേജ് തന്ന ഒരു സിനിമയാണ്. സാമൂഹ്യ പരിഷ്കരണം ആ സിനിമയുടെ ഒരു ഒബ്ജക്റ്റീവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സിനിമയാണ് അശ്വമേധം. വളരെ നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പ്രമേയമാണ് അതിലുള്ളത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന കുഷ്ഠരോഗത്തിനെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ തുറന്നു കാണിക്കുകയാണ് ആ സിനിമയിൽ ചെയ്യുന്നത്. അതായത് കുഷ്ഠരോഗം എന്ന് പറയുന്നത് അഥവാ ലെപ്രസി, ആ ഒരു ഡിസീസ് ഒരു പണ്ട് കാലത്ത് വളരെ മാരകമായിട്ടുള്ള അസുഖമായിട്ട് കരുതിയിരുന്നു. പെട്ടെന്ന് അടുത്തുകൂടെ പോയ പകരുമെന്ന് കരുതിയിരുന്നു. പാപം ചെയ്തവർക്കാണ് ഈ അസുഖം ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. പുലർത്തിയിരിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ഒരു അന്ധവിശ്വാസം പണ്ട് കാലത്തുണ്ടായിരുന്നു. ഈവൻ എന്തിനു പറയണം, അമേരിക്കയിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗം വന്ന ആൾക്കാർ സമൂഹത്തിൽ നിന്ന് മാറ്റി തർമ്മിക്കാൻ വേറെ ഐലൻഡ്, ഹവായ് ദ്വീപുകളെന്നിപ്പോൾ പറയുന്നില്ലേ, അതിൽ ഏതൊക്കെയോ ദ്വീപുകളിലാണ് ആ കാലത്ത് കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരുന്നത്. കുഷ്ഠരോഗികൾക്ക് ഇങ്ങോട്ടും വരണ്ട, ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ടും പോകണ്ട, അങ്ങനെ സെഗ്രിഗേറ്റഡ് ആയിട്ട്. അപ്പോൾ അത്ര ഒരു അതെല്ലാം ഈ അസുഖത്തിനെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും പേടിയും കാരണമാണ് അങ്ങനെ ചെയ്തിരുന്നത് ആൾക്കാർ. പിന്നീട് അതെല്ലാം അന്ധവിശ്വാസമാണെന്ന് തെളിഞ്ഞു. മോഡേൺ സയൻസ് അതിൻ്റെ റോൾ ഏറ്റെടുത്തു, അതിന് മരുന്ന് കണ്ടുപിടിച്ചു, ബോധവൽക്കരണം നടത്തി. എന്തിന് ആ കാലത്ത് തന്നെ വളരെ എടുത്തു പറയുന്ന ഒരു പേരാണ് ഫാദർ ഡാമിയൻ്റെ. ഫാദർ ഡാമിയൻ ഈ ഹവായ് ദ്വീപിൽ പോയി കുഷ്ഠരോഗികളുടെ ഇടയിൽ അവരെ ചികിത്സിക്കാനും സഹായിക്കാനും ചെയ്ത് അവസാനം അദ്ദേഹവും അതിന് അടിപ്പെട്ട് പോയി. എന്നിട്ട് കുഷ്ഠരോഗം വന്നിട്ടാണ് മരിക്കുന്നത്. എന്തായാലും എടുത്തു പറയത്തക്കേണ്ട ഒരു പേരാണ് ഈ ഫാദർ ഡാമിയൻ്റേത്. ഇപ്പോൾ ഇവിടെ ഈ സിനിമയിൽ നായികയ്ക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് മനസ്സിലാവുന്നത്, ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ കുഷ്ഠരോഗമാണെന്ന് മനസ്സിലായി. അതോടുകൂടി ആ വിവാഹം ക്യാൻസലായി പോവുകയും നായിക ഈ ലെപ്രസി സാനിറ്റോറിയത്തിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അങ്ങനെ ആ കാലത്തൊക്കെ ലെപ്രസി സാനിറ്റോറിയത്തിൽ പോയ പിന്നെ അവസാനം ആയിട്ട് പിന്നെ അതിന് പുറത്തു വരുന്ന പ്രശ്നമുള്ളൂ. വേറെ സാധാരണ ഇതിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പക്ഷേ വിദഗ്ധനായുള്ളൊരു ഡോക്ടർ ആ സിനിമയിൽ എല്ലാ ആളുകളും നന്നായി പെരുമാറി അവരെ ബോധവൽക്കരിച്ച് അവരുടെ അസുഖങ്ങളെല്ലാം മാറ്റി പിന്നെ വീണ്ടും സമൂഹത്തിൽ
അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഇത്. പക്ഷേ ഇതിൽ ഈ നായികയെ അസുഖം മാറ്റിയിട്ടും സമൂഹമോ എന്തിനധികം സ്വന്തം ഫാമിലിയോ അവർക്ക് അഭയം നൽകിയില്ല. ലാസ്റ്റിൽ ഫാമിലിയിൽ നിന്ന് പടിയിറക്കപ്പെട്ട നായിക ഈ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത്ര ഹൃദയസ്പർശിയായുള്ളൊരു പ്രമേയമാണത്. അത് വളരെ ആ ഒരു അസുഖത്തിൻ്റെ പേരിലുള്ള കാണിക്കുന്ന ഒരു ക്രൂരത, അന്ധവിശ്വാസം കൊണ്ടാവാം, ക്രൂരത ഭയങ്കരമായിരുന്നു. അപ്പോൾ അതാണ് ഇതിലത്തെ പ്രമേയം. നായികയായിട്ട് അഭിനയിക്കുന്നത് ഷീലാമ്മയാണ്, ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത് സത്യൻ മാഷ്. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണി ഭൂമി. അതായത് ആ ഒരു ഭൂമിയെക്കുറിച്ചുള്ളൊരു പെർസെപ്ഷനാണ്. ഭൂമിയെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷനുണ്ട്. അവനവൻ ജീവിക്കുന്ന ലോകം, അവനവൻ്റെ ജീവിതം. പക്ഷേ ഇവിടെ ഈ സാനിറ്റോറിയത്തിൽ താമസിക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ കറുത്ത ചക്രവാള മതിലുകൾ കെട്ടിയ ഒരു കാരാഗൃഹം അഥവാ ജയിലാണ് ഈ ഭൂമി. അവരുടെ പെർസെപ്ഷൻ അങ്ങനെയാണ്. അതായത് ചക്രവാളം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഹൊറൈസൺ. അത് നമ്മൾ നേരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ടിൽ ഭൂമിയുടെ അറ്റം എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കാണുന്ന അതാണ് ചക്രവാളം അല്ലെങ്കിൽ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ കവി ഇതിനെ കറുത്ത ചക്രവാളം എന്നാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു ദുഃഖം സ്ഫുരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കറുത്ത ചക്രവാളം. മതിലുകൾ തീർക്കുന്ന ആ കറുത്ത ചക്രവാളത്തിൻ്റെ മതിലുകളാൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ജയിലാണ് ഭൂമി എന്നാണ്. തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലുകളിഴയും നരകം. തലയ്ക്ക് മീതെ നോക്കിയാൽ എന്താണ്? ശൂന്യാകാശം തന്നെ. ശൂന്യാകാശത്തിൽ വേറെ പലതുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു നിസ്സഹായാവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശൂന്യാകാശം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. തലയ്ക്ക് മുതൽ ശൂന്യാകാശം മാത്രമേ ഈ രോഗികൾക്കുള്ളൂ. താഴെ നിഴലുകൾ ഇഴയും നരകം. അതായത് ഈവൻ മനുഷ്യനോട് പോലും ഉപമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മനുഷ്യന്മാരെ ഇഴയ ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട്, അതല്ല, ഇവിടെ നിഴലുകൾ ഇഴയുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെനേക്കാളും ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് ഈ രോഗികൾ ആ കാലത്ത്. അപ്പോൾ നിഴലുകളായിട്ട് ഉപയോഗിക്കുന്നത് നിഴലുകൾ ഇഴയും നരകം. നരകത്തിൽ നിഴലുകൾ ഇഴയുന്ന മാതിരിയാണ് ഇവരുടെ ജീവിതം എന്ന് നായിക വിലപിക്കുകയാണ്. വർണ്ണചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ സന്ധ്യകളെ, ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിനീ മണ്ണിൽ വരച്ചു. വൈശാഖ സന്ധ്യകൾ. വൈശാഖ മാസം പറഞ്ഞാൽ ഏതാണ്ട് മെയ് മാസത്തിലൊക്കെ വരും. ഏപ്രിൽ മെയ് ആയിട്ടാണ് വൈശാഖ മാസം വരിക. വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? മഴ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയാം. ക്ലിയർ സ്കൈ ആയിരിക്കാം. അതായിരിക്കാം കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വൈശാഖ സന്ധ്യകൾ എന്ന് പറഞ്ഞാൽ വേറെ പല കവിതയിലും ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. വൈശാഖ മാസത്തെ സന്ധ്യകൾക്ക് എന്താ പ്രാധാന്യം, എന്താ പ്രത്യേകത? അതായത് ക്ലിയർ സ്കൈ ആയിരിക്കും. ഈ ക്ലിയർ സ്കൈയിലാണ് ഈ സന്ധ്യയുടെ ആ സുന്ദരത്വം നമുക്ക് വ്യക്തമാവുന്നത്. പല കളറിലുള്ള മേഘങ്ങളിങ്ങനെ ഒഴുകി സഞ്ചരിക്കുന്നതാണ് ആ സന്ധ്യകളുടെ പ്രത്യേകത. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് അങ്ങനത്തെ സന്ധ്യ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൈശാഖ സന്ധ്യകൾ. അപ്പോൾ വൈശാഖ സന്ധ്യകൾ എന്താ ചെയ്യുന്നത്? വർണ്ണചിത്രങ്ങൾ, കളർഫുൾ പിക്ചേഴ്സ് വരയ്ക്കുവാനെത്തുന്ന വൈശാഖ സന്ധ്യകൾ. സന്ധ്യ ആകുമ്പോൾ വരയ്ക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ടാവും വര, അല്ലേ? ആ ഹൊറൈസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഈ സന്ധ്യ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണാം. ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിനീ മണ്ണിൽ വരച്ചു. അതായത് ഇങ്ങനെ വൈശാഖ സന്ധ്യകളൊക്കെ വന്ന് കളർഫുൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഞങ്ങളെ മാത്രം എന്തിനാണ് ഈ കറുത്ത ചായം കൊണ്ട് വരച്ചത്? അതായത് ഒരു കളർഫുള്ളും ഇല്ല, ഒന്നുമില്ല, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താ ഇവരുടെ ആ ഒരു അവസ്ഥയാണത് കവി സൂചിപ്പിക്കുന്നത്. ഈ കവി നായികയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് ഈ ചോദ്യം. അതായത് എന്തിനാണ് ബാക്കി എല്ലായിടത്തും വൈശാഖ സന്ധ്യകൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള ചിത്രം വരച്ചു വയ്ക്കുന്നു,
ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് ഈ കറുത്ത ചായം വെച്ച് വരച്ചു? അതൊരു വല്ലാത്തൊരു വിലാവാണത്. വാസന പൂമ്പൊടി തൂകുവാനെത്തുന്ന വാസന്തശില്പികളെ, പൂജയ്ക്കെടുക്കാതെ പുഴുക്കുത്തി നിൽക്കുമീ പൂക്കളെ നിങ്ങൾ മറന്നു, കൊഴിയുമീ പൂക്കളെ നിങ്ങൾ മറന്നു. വാസന്ത ശില്പികളെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. വസന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മാതിരി നല്ല കാലാവസ്ഥയുള്ള, മഴ മാറി അല്ലെങ്കിൽ ശിശിരകാലം കഴിഞ്ഞു, മഴ ഇലകൾ കൊഴിയണ കാലം കഴിഞ്ഞു, സ്പ്രിങ്, അതായത് പൂക്കൾ, നല്ല നല്ല പൂക്കൾ, പിന്നെ അതിനൊരു സന്തോഷജനകമായിട്ടുള്ളൊരു മീനിങ് പറയാം വസന്തകാലം. അപ്പോൾ വസന്തകാല ശില്പികൾ, ഈ വസന്തകാല ശില്പികൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് അതിൽ? ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ, പൂക്കൾ, സസ്യലതാദികളെല്ലാം പൂത്തും തളിർത്തും നിൽക്കുന്നൊരു കാലമാണ് വസന്തകാലം. അപ്പോൾ വസന്തകാലത്തിൻ്റെ ശില്പികളോട് ചോദിക്കുകയാണ് എന്ത്? ധാരാളം പൂക്കളെ വിരിയിച്ചിട്ടുണ്ട് വസന്തകാലം അല്ലേ? അപ്പോൾ ആ പൂക്കളിലൊക്കെ ആരുണ്ടാവും? വണ്ട് വരും, പൂമ്പാറ്റ വരും പ്രജനനത്തിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് പൂവിൽ വന്നിരുന്നിട്ടാണ് അടുത്ത വേറെ ചെടികളുണ്ടാവുന്നതും കായ ഉണ്ടാവുന്നതും. അപ്പോൾ വാസന്ത ശില്പികളോട് ചോദിക്കുകയാണ്, ഈ വാസന പൂമ്പൊടി തൂകുവാനെത്തുന്ന വാസന്ത ശില്പികളെ, പൂജയ്ക്കെടുക്കാത്ത ഈ നല്ല പൂക്കളെ മാത്രമേ പൂജയ്ക്കെടുക്കുള്ളൂ. എന്തെങ്കിലും ഒരു പുഴുക്കുത്തുകളോ അല്ലെങ്കിൽ സൗന്ദര്യക്കുറവുള്ള പൂക്കളെ പൂജയ്ക്കെടുക്കില്ല. അത് ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് ഭഗവാനെ സമർപ്പിക്കുക, പൂജയ്ക്ക് സമർപ്പിക്കുക അല്ലേ? അപ്പോൾ പൂജയ്ക്കെടുക്കാതെ, ഇവരെ പൂജയ്ക്കെടുക്കാതെ ഇരിക്കുകയാണ്. പുഴുക്കുത്തിയ ഈ പൂക്കളെ നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുകയാണ് വാസന്ത ശില്പിയോട്. അതായത് ഈ രോഗികളെ, ഈ ഗായികയുടെ ചുറ്റുമുള്ള രോഗികളെയും സങ്കല്പിച്ചാണ്. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു നിൽക്കക്കള്ളിയില്ലാത്ത, ഒരു തരത്തിലും സമൂഹത്തിന് ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ആ ഒരു ഭാവം ചിത്രീകരിക്കാനാണ് ഈ വരികൾ. പൂജയ്ക്കെടുക്കാതെ പുഴുക്കുത്തി നിൽക്കുന്ന പൂക്കളെ നിങ്ങൾ മറന്നുപോകും. ആരോടുള്ള ചോദ്യമാണ്? വാസന്ത ശില്പികളോട് ചോദ്യമാണ്. ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അതൊരു ഭാവാത്മകമായിട്ട് അപ്പോഴത്തെ ആ രോഗികളുടെയും സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും കൂടി ഒരു അറ്റ്മോസ്ഫിയറിനെ ഈ പാട്ടിലൂടെ കാണിക്കുന്നു. വളരെ ആസ്വാദികരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ അശ്വമേധം എന്ന് പറയുന്ന സിനിമ ഒരു പ്രാവശ്യമെങ്കിലും കാണണേ. അത്ര ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഒരു ഫർദർ എക്സ്പ്ലനേഷനോ, കവിതയാകുമ്പോൾ ധാരാളം വ്യാഖ്യാനങ്ങൾ വരാം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടാതെയുള്ള വ്യാഖ്യാനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാം. അത് ഞാൻ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഞാനത് ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ കവിതയുടെ അർത്ഥം കൂടി അറിഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് ഈ പാട്ടിൻ്റെ ഒറിജിനൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് കേട്ട് ആസ്വദിച്ച് നോക്കണേ. ഇനി ഇതേമാതിരി ഈ തരം പാട്ടുകളുടെ ബാക്കി എപ്പിസോഡുകളെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ തരം പാട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.